അപ്പോൾ അതുപോലെ നമുക്ക് ഇന്നും 3 കസ്റ്റമറാണ്. ഒന്നാമത്തെ കസ്റ്റമർ നമ്മൾ കുറച്ച് മുമ്പേ കണ്ട തിരുവനന്തപുരംകാരിയാണ്. രണ്ടാമത്തെ കസ്റ്റമർ അപ്പുറത്തിരിക്കും. അത് ഇത് ആലുവ. അത് കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളത്. നമ്മൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു 10 വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ 100 എണ്ണം വന്നതിന് ശേഷമായിരിക്കും നമ്മൾ 10 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത്ര ഹെവി ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. പിന്നെ മോളേതാ? തൃശ്ശൂർ. അപ്പോൾ നമുക്ക് അടുത്ത കസ്റ്റമറാണ് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ. നോക്കി വെള്ള പേന്, വെള്ള പേന്. ഇത് നല്ല രീതിക്ക് തന്നെയുണ്ട്. ഇത് ഡാൻഡ്രഫ് വെളിയിൽ വന്നിരിക്കുമോ? പിന്നെ പേന് നല്ലോണം പേനില്ലേടാ കൂട്ടാ, ഭയങ്കര ഹെവി സൈസ് കേട്ടോ. വലിയ പേന്. രണ്ടും മൂന്നും ഒക്കെ കടിച്ചിരിക്കും. ഒരെണ്ണത്തിന്റെ പുറത്തൊക്കെ ഒന്നൊക്കെ കടിച്ച് ആക്രമിച്ച് എന്തൊക്കെയാ ചെയ്യുന്നേ? ഇങ്ങോട്ട് വാ, കാണിച്ചേ. ഇവിടെ വരൂ കുഞ്ഞാടുകളെ. മറ്റൊരു കുട്ടി എല്ലാം വലുതല്ലേ, ഓരോ എണ്ണയില്ല ചെറുത്. എത്ര നാളായിടാ കൂട്ടാ? ആണോ? ഞാനൊരു മരുന്ന് തേച്ചതാ, അപ്പൊ കുറഞ്ഞതാ. കുറയത്തില്ല, അത് സംഭവം ഇതിന്റെ ഇരട്ടിയായിട്ട് വരും. ഇവിടെ വരുന്നവരെല്ലാം മരുന്ന് തേച്ച് ഡോക്ടറെ കണ്ടിട്ടൊക്കെ വരുന്നവരാ. എന്റെ മോളെ ഇതിന്റെ സൈസ് ഭയങ്കര ഹെവി കേട്ടോ. ഒക്കെ വലുതാന്നല്ല, വലുതോട് വലുതാ ഇത് മൊത്തം. ഇതില്ലേ ഈ സംഭവം എന്ന് വെച്ചാല് ഭയങ്കര വലുതാ. ഇങ്ങോട്ട് വെക്കുമ്പോ ഇത്ര വലിയ വേന് ഫുള്ളായിട്ട് വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ ഇവിടെ നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ചട എടുക്കാൻ പറ്റുന്നില്ല, ചട എടുക്കാൻ. അതാണ് വേണ്ട. കണ്ട തൃശ്ശൂർ പൂരം പോലെ ഉണ്ടടി. നോക്ക്, ആന അടഞ്ഞോടുന്ന പോലെ എല്ലാം അടഞ്ഞോടുന്നു ഞാൻ മുടി വയ്ക്കുമ്പോ. എന്താ ഡാൻഡ്രഫ് ഉണ്ടല്ലോ പൊന്നു നല്ലോണം. അത് 1 മാസമായിട്ടുള്ളൂ ഡാൻഡ്രഫ് വന്നിട്ടോ? മുമ്പുണ്ടായിരുന്നില്ല. എന്തോ പൊന്നു? മുമ്പുണ്ടായിരുന്നില്ല, ഇതിപ്പോ വന്നത് അടുത്ത് വന്നത് ഡാൻഡ്രഫ്. ഇതില്ലേ, ഇത് ജസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഒന്നും വേണ്ട, ജസ്റ്റ് ഇതാ ഇവിടെ വെച്ചിട്ട് ഓവറായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇരുന്നേ ഉള്ളേ. ഇതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് തട്ടുക. ഈ ലെവല് ഹെവി ആയിരിക്കും. സീരിയസ്ലി നിങ്ങൾ ഞെട്ടും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, സീരിയസ്ലി നിങ്ങൾ ഞെട്ടും. അത്രയ്ക്ക് കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ. കണ്ടോ, ഇത് ഹെവിന്ന് പറഞ്ഞാൽ പോരാ, അജാതി ഹെവി സാധനം. നോക്ക്, കണ്ട എല്ലാം പൊട്ടിയല്ലോടെ ദേഹം എല്ലാം. തല മുഴുവൻ പൊട്ടി, ഫുള്ളീര്. നോക്കിയാ മോളെ, ഇതുണ്ടോ? ഇതാണ്ട മോളെ, ഇങ്ങോട്ട് കാണിച്ചേ. കണ്ടോ, പുകയുന്നോ? പുകയും മുറിഞ്ഞിരിക്കുമല്ലേ. ഇത് കണ്ടോ? അഴുക്കാ, അത് കഴുകട്ടില്ലേ ചേച്ചി, കുഞ്ഞിന് പനി പിടിച്ച് കിടക്കുമായിരുന്നു. അതാണ്ട് മോളെ, ഇത് ചെവിയെല്ലാം പൊട്ടി അഴുകിയല്ലോടെ കൂട്ടാ. നല്ലോണം പൊട്ടി അഴുകി. ദേഹത്തുണ്ട്, പെടലിയുണ്ടോ? കഴുത്തെല്ലാം നല്ല രീതിക്ക് തന്നെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ, ദേഹം എല്ലാം ഉണ്ടോടാ കൂട്ടാ? കയ്യിലൊക്കെ ഉണ്ടോ? കാണിച്ച കൈ. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നത് കയ്യിലെല്ലാം. കാരണം നമുക്ക് ഇങ്ങനത്തെ കസ്റ്റമർ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ കൈയും കാലും ദേഹം എല്ലാം പൊട്ടിയിട്ടുള്ളത്. വാ, തിരിച്ചു കയറി ഞങ്ങളെല്ലാം ഞങ്ങളുടെ കൂടാരത്തിൽ കയറുവാന്ന് പറഞ്ഞിട്ടില്ല.
എല്ലാ പേരും തിരിച്ചു കയറിയിരിക്കുന്നു. നമുക്ക് ശല്യമൊന്നും ഉണ്ടാക്കാതെ എല്ലാം ഉണ്ട്. പിടിച്ച് കണ്ടോ? കുറച്ചത് ഇങ്ങനെ പിടിച്ച കണ്ടോ? അവരവിടെ സമാധാനത്തിന്റെ ഇതിലോട്ടങ്ങ് പോവുക കേട്ടോ. നിനക്കൊരു ശല്യം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നീ എന്തിനാ അവരെ ശല്യം ചെയ്യുന്നത്? പറ ഇതുകൊണ്ടുള്ള ഉപകാരം എന്താ നിനക്ക്? പറ. ഈ സുന്ദര കുട്ടപ്പന്മാരെ കൊണ്ട് അതുകൊണ്ട് നമുക്ക് എടുത്തത് നല്ല ഉറക്കം കളയുന്നുണ്ടോ? അവളുടെ പഠിക്കുവാണോ കുഞ്ഞ്? അല്ല, ജോലി. നല്ല ഉറക്കം കളയുന്നുണ്ട് അല്ലേ? എത്ര നാളാണ് പൊട്ടോടാ? സ്വാഭാവിക ചെവി എല്ലാം പൊട്ടി നീറും. നമ്മൾ വെള്ളം ചെല്ലുമ്പോ നല്ലോണം നീറും. മനസ്സിലായോ? ആ മുറിവല്ലേ അത് പൊട്ടി പഴുപ്പ് വരുന്നുണ്ട്. ഇത്ര സൈസ് ഉണ്ട്. വലിയ സൈസ് അല്ലേ? ബ്ലഡ് ചെക്ക് ചെയ്തായിരുന്നോ? ബ്ലഡ് കുറവാ. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വരുന്ന മിക്ക കസ്റ്റമർ ഇത്ര സൈസുള്ള പേനുണ്ടല്ലോ, ഇത്ര സൈസുള്ള പേനുള്ളവരുടെ ബ്ലഡ് എല്ലാം HP നല്ല കുറവായിരിക്കും. അപ്പം ഒരു 5-6 കസ്റ്റമർ മാസം തിരിച്ചു കയറ്റുന്നുണ്ട് ബ്ലഡ്. അതായത് അവരുടെ ശരീരത്തിൽ നിന്റെ കോലം കാണുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത്. അപ്പോൾ ഈ ബ്ലഡ് കൈയൊക്കെ ബ്ലാക്ക്, നല്ല ബ്ലാക്ക് കണ്ടോ? അത് ബ്ലഡ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ എൻ്റെ മോള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫീൽഡ് വർക്കാണ്. അല്ല ഇത് വല്ലാതെ ഉണ്ടല്ലോടാ. ഇത് ഭയങ്കര നീറല. ഇവിടെ ഇല്ല, ഇത് പ്രശ്നമില്ല. പക്ഷെ ഇത് വെള്ളം വീഴുമ്പോ ഭയങ്കര നീറ്റ്. ഇതിന്റെ എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ ആൾക്കാരോട് ഇതിന്റെ തന്നെയാണ്. ഇതിന്റെ ആ ഡാൻഡ്രഫ് വരുന്നില്ല, അതിന്റെ ഫംഗലൊക്കെ വന്നിട്ടാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ മോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വൃത്തിയാക്കി കഴിഞ്ഞ് നേരെ പോകേണ്ടത് ഹോസ്പിറ്റലിൽ പോവുക, HP ലെവൽ ചെക്ക് ചെയ്യുക, പിന്നെ അതിനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കഴിക്കുക. എന്താണെന്നറിയാം, കോലം കണ്ടില്ലേ? വല്ലാത്തൊരു കോലമായിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ ഓയിൽമെന്റ്, അഞ്ജന ഓയിൽമെന്റ് കിട്ടും ഇതിനൊക്കെ. ഇത് നമ്മുടെ നേഴ്സാണ് കേട്ടോ. അപ്പോൾ അവള് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വാങ്ങുക, ഇതാക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് പോകണം അല്ലേ? ഇത്രയും ദൂരത്തൊന്നും വന്നേല്ലേ? വിശ്വാസത്തിന്റെ പേരിലല്ലേ വന്നേ? കുറേ ആയി ബുക്ക് ചെയ്തിട്ട്. എപ്പോൾ ബുക്ക് ചെയ്തേ? ഞാൻ കഴിഞ്ഞ 1-ാം തീയതി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഡേറ്റ് മാറി. ഡേറ്റ് മാറിയില്ല. അതാണ് 3 മിനിറ്റുള്ളപ്പോഴൊക്കെ കയറി വരുന്നത്. ആ ഡേറ്റ് മാറി അവക്കിട്ട് കുറച്ച് കിട്ടുകയും ചെയ്തു. അപ്പൊ എന്തായാലും റെഡിയാക്കാം അല്ലേ? ഇത് ഉറക്കം കിട്ടുന്നില്ല, പിന്നെ ചൊറിച്ചിലുണ്ടല്ലേ നല്ലോണം. ദേഹം ഈ കയ്യിലും ഈ പെടലി പുറത്ത് മാത്രമേ ഉള്ളൂ. ഇത് വല്ലാതുണ്ട് കേട്ടോ, വല്ലാതെ കൂടുതലാണ്. പെട്ടെന്ന് എടുത്തറിയും. അപ്പൊ ഭയങ്കര എല്ലാരും ചോദിച്ചിട്ടുണ്ടാവും. എനിക്കറിയില്ലല്ലോ എന്ത് സംഭവം. ഇതിന്റെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന പക്ഷെ മോക്ക് കയ്യിൽ മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് ഇവിടെ വന്ന ആ വെളുത്ത കസ്റ്റമറില്ലേ, ഒരു വൈറ്റ് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ദേഹത്ത് നമുക്ക് എടുത്തറിയാൻ പറ്റുമല്ലോ. കാൽപാദം മുതൽ തല. പിന്നെ അതിന്റെ കുട്ടിയുണ്ട്, 1.5 വയസ്സെങ്ങാണ്ടേ ഉള്ളായിരുന്നു. ആ കുഞ്ഞിന്റെ ദേഹം മൊത്തം. കാരണം എന്ന് വെച്ചാല് കിടക്കുന്ന അവിടെ കൂടെ അല്ല. അപ്പൊ ഈ സാധനം കടിക്കുമല്ലോ ഈ പേന് വന്നിട്ട്. എല്ലാരും വിചാരം ഇത് കടിക്കത്തില്ല, ഒന്നുമില്ല, നമ്മളെ തലേ മാത്രം. നല്ല രീതിക്ക് ദേഹത്തൊക്കെ ഇറങ്ങി ഉപദ്രവിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ തലയിലുള്ള. അത് എജാതി സൈസാ. അപ്പൊ എന്തായാലും ക്ലിയർ ചെയ്യാം അല്ലേ? അപ്പൊ ഡാൻഡ്രഫിന്റെ ആണ് ഈ മുഖത്തുള്ളത്. ഇതൊക്കെ ഡാൻഡ്രഫ് പോയാൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. ഇതും അപ്പൊ അതിനുള്ള സിറ്റിങ്ങും കൂടി എടുത്തിട്ട് പോകണം കേട്ടോ. ശരി. അപ്പൊ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വന്ന കസ്റ്റമറുടെ തല മൊത്തം നമ്മൾ ക്ലീൻ ആക്കി അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചുതരാം. എൻ്റെ ടൈം കണ്ടില്ലേ? ഉത്സവപ്പറമ്പ് പോലെ കിടന്ന നോക്കി. പൂരപ്പറമ്പ്. പൂരപ്പറമ്പ് അല്ല, ഉത്സവപ്പറമ്പ് പോലെ കിടന്നു. ഇപ്പൊ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ. പിന്നെ ഇത് ഡാൻഡ്രഫ് ഉണ്ട് കേട്ടോ നല്ലോണം. അത് സ്കിന്നിനെ ബാധിച്ചിട്ടുണ്ടോ? ഒരു പേൻ പോലും ഇല്ലാതാക്കി. നിങ്ങൾ കണ്ടല്ലേ? കണ്ടോ? ഫുള്ളായിട്ട് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് കൊട്ടിക്ക്. നേരത്തെ കൊട്ടി കാണിച്ചല്ലേ? ഇപ്പൊ നോക്കിയേ, ഒന്നുമില്ല. അപ്പോഴേ ഇനിയിപ്പോ ക്ലിപ്പ് ഇട്ടോ, മുടി ക്ലിപ്പ് ഇട്ടോ. ക്ലിപ്പ് ഞാൻ ട്രയർ ചെയ്ത് കൊടുത്തേ. ഇനിയിപ്പോ പേനും ഈരും ഒക്കെ പോയിട്ടുണ്ട്. ഇനി ആ ഡാൻഡ്രഫിന്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് പോയോണ്ട് സ്വാഭാവികമായിട്ടും ഇതൊക്കെ മാറി. ഈ മുറിവുകള്, ചെവിയിലെ പഴുപ്പൊക്കെ ഇല്ലേ, ഇതൊക്കെ തനിയെ ഉണങ്ങിക്കോളും കേട്ടോ. ചെവിയുടെ ബാക്ക് വശമൊക്കെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നാളെ തന്നെ മാറ്റം ഉണ്ടാവും.
നോക്കി ഇതെല്ലാം ഉണങ്ങും, ഈ മുറിവെല്ലാം. നാളെ തന്നെ മാറ്റം ഉണ്ടാവുമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെ. എന്താണെന്നറിയോ, ഈ പെയിൻ ഇരിക്കുമ്പോൾ പിന്നെയും ഈ പഴുപ്പും ചോരയും കൂടെ അല്ലേ വരുന്നത്. അപ്പോൾ അത് പിന്നെയും പോയി ആ മുറിവിൽ കടിക്കും. അപ്പോൾ അതെന്തോ പിന്നെയും അതിങ്ങനെ മുറിയണമായിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഒന്നുമില്ല, ഒരു കുഞ്ഞൊരു പെയിൻ പോലും എടുക്കാനില്ല തലയിൽ. അപ്പോൾ അത് സെറ്റായിട്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം നിൻ്റെ കയ്യിലിരിക്കുകയാണ്. ഇനിയെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഫീൽഡ് വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്ക് കൈയൊക്കെ സെറ്റാക്കണ്ടേ നമുക്ക്. നല്ലൊരു സൺസ്ക്രീൻ മേടിച്ച് യൂസ് ചെയ്യണം. 70 തന്നെ എടുത്ത്, ഇവിടെ ഇരിക്കുന്ന 70 നമ്മുടേത് റീമേക്കിൻ്റെ. ഇപ്പം ഇല്ലെങ്കിൽ പിന്നാലും അയച്ചു തരാം കേട്ടോ, എപ്പോഴാന്ന് വെച്ചാൽ. പിന്നെ നമ്മുടെ പ്രോഡക്റ്റൊക്കെ പറഞ്ഞു തരുന്ന പോലെ തന്നെ യൂസ് ചെയ്യണം. അതിൻ്റെ മണവും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഇനി പെയിനും കാര്യങ്ങളൊന്നും തലയിലോട്ട് തിരിച്ചു കയറാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹാപ്പി അല്ലേ? അപ്പോൾ അവൾ ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അടുത്ത കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ പോകല്ലേ? താങ്ക് യു ഹാപ്പി ആയിട്ടിരിക്കട്ടെ.